എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡോക്സ്റ്ററുടെ SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. നോക്കിയിവിടെ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 3 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറ്റ്ലസിൻ്റെ സഹായത്തോടെ കണ്ടെത്തുക. നമ്പർ 1, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? നമ്പർ 2, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? നമ്പർ 3, ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇപ്പോൾ 3 ചോദ്യങ്ങളാണ് സ്കൂൾ ടെക്സ്റ്റിൽ 3 ചോദ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സായിട്ട് ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില 3 ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ 1, അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? അപ്പോൾ അത് ആദ്യം പറയേണ്ടി വരും, എങ്കിൽ മാത്രമേ ആ ഒരു ചോദ്യത്തിൽ കിടക്കാൻ പറ്റുകയുള്ളൂ. എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയ ഇവിടെ ഇന്ത്യയുടെ അറ്റ്ലസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്കിവിടെ ഇന്ത്യയുടെ നൈബറിൻ രാജ്യങ്ങൾ, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഒപ്പം തന്നെ ചൈനയുണ്ട്, ഇവിടെ മ്യാൻമാറുണ്ട്, ബംഗ്ലാദേശുണ്ട്, നേപ്പാൾ, ഭൂട്ടാൻ, ഒപ്പം ശ്രീലങ്കയുണ്ട്. ഇത് ഇങ്ങോട്ട് മാറിയിട്ട് എന്തുകൊണ്ട് മാലിദ്വീപ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ നൈബറിങ് രാജ്യങ്ങളാണ്. ക്ലിയർ ആണെന്നല്ലേ പോയിന്റ്? എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? നോക്കി, ഇവിടെ ഇന്ത്യയുമായി ചേർന്ന നൈബറിങ് രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ സബ് കോണ്ടിനെൻറ്റിന് ഒരു അതിർത്തിയുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്ന ദ്വീപഭാഗം, ശ്രദ്ധിക്കുക ഇവിടെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്നത് ഇവിടെ ഒരു മലനിരയുണ്ട്. ക്ലിയർ ആണെന്നില്ലേ? വടക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്ന ഈ മലനിരയുടെ പേരാണ് ഹിന്ദുക്കുഷ് മലനിരകൾ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഹിന്ദുക്കുഷ് മലനിരയുടെ സ്ഥാനമാണ് ഈ കാണുന്നത്. ക്ലിയർ ആണെന്നില്ലേ? ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തായി കാണപ്പെടുന്ന വളരെ നീളമുള്ള ഒരു വൻ മതിൽ പോലെ കാണപ്പെടുന്ന മലനിരയുണ്ട്. ഇതിൻ്റെ പേരാണ് ഹിമാലയം. എന്താണ്? ഹിമാലയം. നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ഹിമാലയമാണ്, ഇത് ഹിമാലയത്തിൻ്റെ സാന്നിധ്യമാണ്. ഇത് ഹിന്ദുക്കുഷ് മലനിരകളുടെ സ്ഥാനമാണ്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? ഇപ്പോൾ ഹിന്ദുക്കുഷും ഹിമാലയവും കൂടി ചേരുന്നൊരു ഭാഗമുണ്ട്, അതാണ് പാമീർ. പാമീർ എന്ന ഭാഗമാണ് ഈ വടക്കായി കാണപ്പെടുന്നത്. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വടക്കായി കാണപ്പെടുന്ന ഹിമാലയം മുതൽ തെക്കോട്ട് കാണപ്പെടുന്ന ഭാഗം, ഒപ്പം തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്ന എന്താണ് ഹിന്ദുക്കുഷ് മലനിരകൾ. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ പോകുന്ന മലനിരയാണ് ഏത്? ഹിന്ദുക്കുഷ് മലനിരകൾ. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? ഇനി ഇന്ത്യയുടെ വടക്ക് കിഴക്കായി കാണപ്പെടുന്നു. ഇവിടെ ഹിമാലയം പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് പോകും തോറും ഹിമാലയത്തിൻ്റെ ഉയരവും വീതിയും കുറഞ്ഞു വരികയാണ്. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ ഹിമാലയത്തിന് പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് പോകും തോറും ഹിമാലയത്തിൻ്റെ ഉയരവും വീതിയും എന്താണ്? കുറഞ്ഞു വരികയാണ്. ഒരു ആർക്ക് ലൈക്ക് ഷേപ്പ്, ചാപത്തിൻ്റെ ആകൃതിയാണ് ഹിമാലയത്തിനുള്ളത്. ഓക്കെ, ഇനി ഹിമാലയം ഈ കാണുന്ന അരുണാചൽ പ്രദേശ്, കൃത്യമായി പറയുകയാണെങ്കിൽ ഇവിടെ ബ്രഹ്മപുത്ര റിവറിൻ്റെ സാന്നിധ്യമുണ്ട്. ക്ലിയർ ആണെന്നല്ലേ? ഇവിടെ ടിബറ്റിലൂടെ ഒഴുകിയിട്ട്, ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന റിവർ നേരെ ഇവിടെ തെക്കോട്ട് വളഞ്ഞ് ഇവിടെ കയറുന്നു, നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നാംച ബറുവ എന്ന് പറയുന്ന ഒരു കൊടുമുടിയുണ്ട്. നാംച ബറുവ ഈസ്റ്റേൺ മോസ്റ്റ് പീക്ക് ഓഫ് ഹിമാലയമാണ് നാംച ബറുവ. നാംച ബറുവ അരുണാചൽ പ്രദേശിലാണ് ആ ഒരു കൊടുമുടിയുടെ സ്ഥാനം. അപ്പോൾ നാംച ബറുവയുടെ അടുത്തായിട്ടാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര എന്ന് പറയുന്ന സാങ്പോ റിവർ. സാങ്പോ റിവർ ബ്രഹ്മപുത്രയ്ക്ക് ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. ഓക്കെ, സാങ്പോ. എന്നിട്ട് ഇത് കിഴക്കോട്ട് ഒഴുകുന്നതാണ്. കിഴക്കോട്ട് അരുണാചൽ പ്രദേശ് പ്രവേശിക്കുമെന്നാണ് അത് ദിഹാങ് എന്ന റിവറായിട്ട് മാറുന്നു. അപ്പോൾ ബ്രഹ്മപുത്ര എന്ന റിവർ ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നു. ആ സാങ്പോ റിവർ ഈ പറയുന്ന നാംച ബറുവ കൊടുമുടിയുടെ അടുത്തുകൂടി എന്താണ് എവിടെ പ്രവേശിക്കുന്നു? അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പേരെന്തായിട്ട് മാറുന്നു? ദിഹാങ് ആയിട്ട് മാറുന്നു. ശ്രദ്ധിക്കുക, ഈ പറയുന്ന ബ്രഹ്മപുത്ര റിവറിൻ്റെ അവിടെ വരെയുമാണ് ഹിമാലയം കിടക്കുന്നത്, മെയിൻലി കിടക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ ആരംഭിച്ചാൽ കിഴക്ക് എന്താണ് ബ്രഹ്മപുത്ര വരെയാണ് ഹിമാലയത്തിൻ്റെ സാന്നിധ്യം പറയുന്നത്. ഇനി ഈ കാണുന്ന ഹിമാലയം
അതിനുശേഷം ഈ ബ്രഹ്മപുത്ര കഴിഞ്ഞാൽ ഹിമാലയം തെക്കോട്ട് മടങ്ങി ഇന്ത്യൻ അതിർത്തിയിലുള്ളത് ഇങ്ങനെ വരികയാണ്. ക്ലിയർ ആകുന്നില്ലേ? ഇത് തെക്കോട്ട് മടങ്ങുമ്പോൾ അത് ശരിക്കും ഉയരം കുറഞ്ഞ് ഒരു ഹിൽ എന്ന് പറയുന്ന ആ ഒരു സ്വരൂപം സ്വീകരിച്ചെന്നാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ എവിടെ വരെ കിടക്കുന്നു? ഈ കാണുന്ന മിസോറം വരെ അങ്ങോട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ക്ലിയർ ആകുന്നില്ലേ? അതുകൊണ്ട് ഈ കാണുന്ന ഭാഗം അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. അതിൻ്റെ പേരാണ് ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാഞ്ചൽ ഹിൽസ് എന്ന് പറയാം, അഥവാ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയാം. അപ്പോൾ ഈ കാണുന്ന ഈസ്റ്റേൺ ഹിൽസ് ആണ് ഈ കാണുന്ന ഭാഗം. അപ്പോൾ ഇപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് ഒരു അതിർത്തിയുണ്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു അതിർത്തിയുണ്ട്. അത് വടക്ക് പടിഞ്ഞാറ് എന്താണ്? ഹിന്ദുക്കുഷ് മലനിരയാണെങ്കിൽ വടക്ക് എന്താണ്? അത് ഹിമാലയൻ നിരകളാണ്. വടക്ക് കിഴക്കാണെങ്കിൽ എന്ത് ചെയ്യും? അതെന്താണ്? അത് പൂർവാഞ്ചൽ നിരകളാണ്. അപ്പൊ ഈ 3 അതിർത്തികൾക്ക് അപ്പുറം കിടക്കുന്നതെല്ലാം എന്താണ്? നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പെടുന്ന രാജ്യങ്ങളല്ല. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രദേശം മാത്രമാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട്. ഓക്കെ, അപ്പൊ ഏതെല്ലാമാണ്? 1 നമ്മുടെ ഇന്ത്യ രാജ്യം വന്നു, 2 പാകിസ്ഥാൻ എന്ന് പറയുന്ന നൈബറിംഗ് കൺട്രി വന്നു, 3 ഇതിന്റെ ഇപ്പുറത്താണ് നേപ്പാൾ കിടക്കുന്നത്, അപ്പോൾ 3 അതാണ് നേപ്പാൾ വന്നു, 4 ഭൂട്ടാൻ വന്നു, ഓക്കെ, 5 ബംഗ്ലാദേശ് വന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, മ്യാൻമാർ അതിന്റെ പുറത്താണ് കിടക്കുന്നത്, ചൈന പുറത്താണ് കിടക്കുന്നത്, കണ്ടോ? അപ്പോൾ അഫ്ഗാനിസ്ഥാനും അതിന്റെ അപ്പുറമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും ഇതിന്റെ ഉള്ളിൽ വരുന്നില്ല. പിന്നെ എന്ത് വരുന്നു? പിന്നെ ശ്രീലങ്ക വരുന്നു 6, 7 എന്താണ്? ഇവിടെ കിടക്കുന്ന എന്താണ്? നമ്മുടെ നൈബറിംഗ് രാജ്യമായ മാലിദ്വീപ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് 7ാമത്തെ രാജ്യം. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അപ്പൊ ഇത്രയും രാജ്യങ്ങൾ ചേരുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. വളരെ ക്ലിയർ ആണല്ലോ? അപ്പോൾ 7 രാജ്യങ്ങൾ ചേരുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ 3 വശവും എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. ഓക്കെ, വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിന്റെ 3 ഭാഗമാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും 7 രാജ്യങ്ങൾ ചേരുന്നതാണ് ഏത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നോക്കിയ ഇവിടെ 1 ഇന്ത്യ, 2 പാകിസ്ഥാൻ, 3 നേപ്പാൾ, 4 ഭൂട്ടാൻ, 5 ബംഗ്ലാദേശ്, 6 ശ്രീലങ്ക, 7 മാലിദ്വീപ്സ്. ഇതെല്ലാം ചേരുന്നതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. വളരെ ക്ലിയർ ആണല്ലോ? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയാണ് ഏത്? ഹിന്ദുക്കുഷ് മലനിരകൾ. വടക്കേ അതിർത്തിയാണ് ഏതാണ്? അത് ഹിമാലയമാണ്. കിഴക്കേ അതിർത്തി ഏതാണ്? അത് പൂർവാഞ്ചൽ നിരകളാണ്, അഥവാ എന്താണ്? ഈ കിഴക്കൻ കുന്നുകളാണ്, അഥവാ ഈസ്റ്റേൺ ഹിൽസ് ആണ്. വളരെ ക്ലിയർ ആണല്ലോ പോയിന്റ്? ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം നമുക്ക്. ശ്രദ്ധിച്ചേ ഇവിടെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ, ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നോക്കിയെവിടെ നമുക്കിത് അങ്ങോട്ട് മായ്ച്ചു കളയാം. ശ്രദ്ധിച്ചേ ഇവിടെ. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? നോക്കിയെവിടെ ഏതൊക്കെയാണ്? നോക്കിയേ, ഇവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൊത്തം കരാതിർത്തിയാണ്. ഇത് മൊത്തം കരാതിർത്തിയാണോ? ഇവിടെ മൊത്തം കരാതിർത്തിയാണ്. അതിങ്ങനെ വന്നു ഇവിടെ വരുന്നു. ഇവിടെ വരെ എന്താണ്? കരാതിർത്തിയാണ്. ഇത് മൊത്തം ഇവിടെ വരെ കരാതിർത്തിയാണ്. വ്യക്തമാകുന്നില്ലേ? അപ്പൊ ഏതെല്ലാം രാജ്യങ്ങൾ കരാതിർത്തി പങ്കിടുന്നുണ്ട്? നമ്പർ 1 ഏതാണ്? പാകിസ്ഥാൻ. നമ്പർ 2 നോക്കി ഇവിടെ നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏതൊക്കെ രാജ്യമാണോ എല്ലാം അതിൽ ഉൾപ്പെടുത്തുക. നോക്കിയേ, ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ കാണുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഒരു ഭാഗം ഇവിടെയുണ്ട്. കണ്ടോ? അപ്പൊ നമ്മുടെ കാശ്മീരിന്റെ ഇവിടെ ലഡാക്ക്, ഇപ്പൊ ലഡാക്കാണ്. ഈ ലഡാക്കിന്റെ വടക്കേ അറ്റം ഒരല്പം ഭാഗം ഏകദേശം 106 കിലോമീറ്ററോളം എന്നാണ് നമ്മൾ കിടക്കുന്നത്. ക്ലിയർ ആകുന്നില്ല? പൊതുവെ ഔദ്യോഗികമായിട്ട് 106 കിലോമീറ്റർ എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 106ഓളം കിലോമീറ്റർ എന്താണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് എന്താണ് വടക്കേ അറ്റത്ത് നമുക്ക് കരാതിർത്തിയുണ്ട്. അപ്പോൾ എന്താണ്? നമ്പർ 1 പാകിസ്ഥാൻ, നമ്പർ 2 എന്താണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. നമ്പർ 3 എവിടെയാണ്? അത് ചൈനയാണ്. അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന 3ാമത്തെ രാജ്യം ഏതാണ്? ചൈനയാണ്. 4 എന്താണ്? 4 നേപ്പാൾ ഉണ്ടല്ലോ, നേപ്പാളുണ്ട് കരാതിർത്തി. ഇനി 5 ഭൂട്ടാൻ ഉണ്ട് കരാതിർത്തി. ഓക്കെ, ഇനി 6 മ്യാൻമാർ ഉണ്ട് കരാതിർത്തി. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? 7 ഏതാണ്? 7 ബംഗ്ലാദേശ് ഉണ്ട് കരാതിർത്തി.
അപ്പോൾ 7 രാജ്യങ്ങൾക്ക് എന്താണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തിയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയുമായിട്ട് കരാതിർത്തിയുള്ള എല്ലാ രാജ്യങ്ങളും എന്താണ് ഇതിൽ പെടും. അപ്പോൾ ഇന്ത്യയുമായിട്ട് കരാതിർത്തിയുള്ള 7 രാജ്യങ്ങളുണ്ട്. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? ഓക്കെ, ഇനി ഇന്ത്യയുടെ കരാതിർത്തിയുടെ ലെങ്ത് എത്രയാണ്? ഇവിടെ NCERT ടെക്സ്റ്റ് പ്രകാരം ഏകദേശം 15,200 കിലോമീറ്ററോളമാണ്. ക്ലിയർ ആകുന്നില്ലേ? 15,200 കിലോമീറ്ററോളമാണ് NCERT ടെക്സ്റ്റ് പ്രകാരം എന്താണ് നമ്മുടെ കരാതിർത്തിയുടെ നീളം. എന്നാൽ നമ്മുടെ PSCയുടെ എക്സാമിൻ്റെ ഉത്തരത്തിൽ 15,106.7 കിലോമീറ്റർ എന്ന് പറയപ്പെടുന്നു. ക്ലിയർ ആകുന്നില്ല? ഇപ്പോൾ 15,106.7 കിലോമീറ്റർ ആണ് കരാതിർത്തിയുടെ നീളം എന്നെന്താണ് നമ്മുടെ ഈ PSC എക്സാമിൻ്റെ ഉത്തരമായിട്ട് പറയപ്പെടുകയാണ്. അപ്പോൾ 15,200 ഏത് NCERT ടെക്സ്റ്റിലെ ഉത്തരം. ക്ലിയർ ആകുന്നില്ല പോയിന്റ്? അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ കരാതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. ഓക്കെ, എന്നാൽ NCERT ഉത്തരത്തിലാണ് 15,200 കിലോമീറ്റർ ആണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആകുന്നില്ല പോയിന്റ്? ഇനി നമ്മുടെ ഇന്ത്യയുമായിട്ട് അടുത്ത ചോദ്യം എന്താണ്? ശ്രദ്ധിച്ചാൽ ഇവിടെ ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഏതൊക്കെയാണ്? 2 രാജ്യങ്ങൾ. ഒന്ന് ശ്രീലങ്കയുണ്ട്. രണ്ട് ഇവിടെ കാണപ്പെടുന്ന മാലിദ്വീപ്സ് ഉണ്ട്. അപ്പോൾ ഈ ലക്ഷദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഇത് മാലദ്വീപ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാലദ്വീപ്സും ഉണ്ട്, പിന്നെ ശ്രീലങ്കയും ഉണ്ട്. ഇത് രണ്ടും ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ക്ലിയർ ആകുന്നില്ലേ പോയിന്റ്? ഇനി നമ്മുടെ ഇന്ത്യയുടെ സമുദ്രാതിർത്തി എത്രയുണ്ട്? സമുദ്രാതിർത്തി ഏകദേശം 7,500. ഓക്കെ, ഏകദേശം 7,516.6 കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ സമുദ്രാതിർത്തി പറയുന്നത്. ക്ലിയർ ആണെന്നില്ല? എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഏകദേശം ഇവിടെ വരെ ബംഗ്ലാദേശിന്റെ ഭാഗം വരെ സമുദ്രാതിർത്തിയാണ്. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ ഇത്രയും സമുദ്രാതിർത്തിയാണ്. ഇവിടെ ഇന്ത്യയുടെ പ്രധാന ഭൂമിയുടെ തെക്കായി കാണപ്പെടുന്ന ഭാഗം. ക്ലിയർ ആണെന്നില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ 2 ദ്വീപസമൂഹം ഇല്ലേ? ആൻഡമാൻ നിക്കോബാറും ഉണ്ട്, ഒപ്പം തന്നെ ലക്ഷദ്വീപുകളുണ്ട്. അപ്പൊ അതിൻ്റെ കൂടി സമുദ്രാതിർത്തി കൂട്ടിയാൽ മാത്രമേ ഈ 7,516.6 കിട്ടുകയുള്ളൂ. ഓക്കെ, ഇവിടെ പ്രധാന ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വീപുകൾ ഉൾപ്പെടാത്ത ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാറും അതുപോലെ തന്നെ ലക്ഷദ്വീപും അതൊഴിച്ചുള്ള ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപും ഒഴിച്ചുള്ള പ്രധാന ലാൻഡിന്റെ സമുദ്ര അതിർത്തി ഏകദേശം 6,100 കിലോമീറ്റർ ആണ്. 6,100 കിലോമീറ്റർ ആണ്. മറന്നുപോകരുത്, ഇന്ത്യയുടെ പ്രധാന ഭൂമിയുടെ എന്ന് വെച്ചാൽ ഗുജറാത്ത് മുതൽ ആരംഭിച്ച ഇവിടെ വെസ്റ്റ് ബംഗാൾ വരെയുള്ള ആ സമുദ്രാതിർത്തി എത്രയാണ്? ഏകദേശം 6,100 കിലോമീറ്റർ ഉള്ളത്. പക്ഷേ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളും അതുപോലെ ലക്ഷദ്വീപ് ദ്വീപസമൂഹങ്ങളും ചേരുമ്പോഴാണ് ഇന്ത്യയുടെ ടോട്ടൽ കരാതിർത്തി വരുന്നത്. അതെത്രയാണ്? 7,516.6 കിലോമീറ്റർ ആണ് ടോട്ടൽ കരാതിർത്തിയുടെ നീളം. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? ഇനി ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ശ്രീലങ്കയും, രണ്ട് മാലിദ്വീപ്സും. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ മൊത്തം 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. സമുദ്രാതിർത്തിയും കരാതിർത്തിയും കൂടി ചേരുമ്പോൾ എത്രയാണ്? 9 രാജ്യങ്ങൾ. 7 രാജ്യങ്ങൾ കരാതിർത്തിയും 2 രാജ്യങ്ങൾ സമുദ്രാതിർത്തിയും ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത പോയിന്റിൽ പോകാം നമുക്ക്. ശ്രദ്ധിച്ച ഇവിടെ 3 വശങ്ങളും ഇന്ത്യൻ ഉപദ്വീപ്, ഇന്ത്യൻ പെനിൻസുല. എന്താണ് ഇന്ത്യൻ പെനിൻസുല? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഓക്കെ, 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ് ഉപദ്വീപ്. ക്ലിയർ ആണെന്നില്ലേ? ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിനാണ്. ഇതുണ്ടോ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ തെക്ക് ഭാഗം 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഭാഗത്തെ ഇന്ത്യൻ ഭൂഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുകയാണ്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അപ്പൊ ഇത്രയും ഭാഗത്തെയാണ് ഇന്ത്യൻ പെനിൻസുല അഥവാ ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നത്. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഒരു മുഖ്യമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ ബേസിക് ഫാക്ട്സ് നല്ലവണ്ണം മനസ്സിലാന്ന് കരുതുന്നു. ഓക്കെ, വീണ്ടും കാണാം.
ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.